നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പാമ്പ് കടിയേറ്റ് ഒരു 8 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത നമ്മൾ കേട്ടതാണ്. തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെയും കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു വാർത്തയുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ പാമ്പ് കടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടിക്കുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. 75 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ വീട്ടുമുറ്റത്ത് കിണറിന് സമീപത്ത് വെച്ചാണ് സുധർമ്മയ്ക്ക് പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റതോടെ സുധർമ്മ നിലവിളിച്ചു. വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും കുഴഞ്ഞു വീണിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതായത് ഇപ്പോൾ ചൂട് കാലമാണ്, പാമ്പുകളൊക്കെ പരിസരത്തൊക്കെ ഉണ്ടാകും. പാമ്പുകൾ ജീവൻ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു 8 വയസ്സുകാരന് ജീവൻ നഷ്ടമായി. ഇപ്പോൾ ഒരു 75കാരിക്ക് ജീവൻ നഷ്ടമായി. നമ്മുടെ പരിസരത്തൊക്കെ വളരെയധികം സുരക്ഷ വേണ്ടിയിരിക്കുന്നു. പാമ്പുകൾ വീടിൻ്റെ പരിസരത്ത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു കാര്യവും കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. മാത്രമല്ല, ഈ പാമ്പ് കടിച്ചാൽ ആദ്യം നമ്മൾ ആ പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രാഥമിക ശുശ്രൂഷ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ: പരിഭ്രമിക്കാതിരിക്കുക. കാലിലാണ് പാമ്പ് കടിയേറ്റതെങ്കിൽ ഒട്ടും നടക്കരുത്. നടന്നാൽ രക്തഓട്ടം കൂടും. വിഷം ശരീരത്തിലേക്ക് പെട്ടെന്ന് വ്യാപിക്കും. സാധാരണഗതിയിൽ പാമ്പിന്റെ കടിയേൽക്കുന്നത് കാലിലോ കയ്യിലോ ആണ്. കടിയേറ്റ ഭാഗത്തിന് മുകളിലായി വിഷം വ്യാപിക്കാതിരിക്കാൻ ചരട് കൊണ്ടോ തുണി കൊണ്ടോ കെട്ടുക. അരമണിക്കൂർ ഇടവിട്ട് കെട്ടഴിച്ച് കാലിലേക്കുള്ള രക്ത ഓട്ടം സുഗമമാക്കണം. ചിലപ്പോൾ രക്തയോട്ടത്തിന് തടസ്സം നേരിട്ട് കാലിൽ ഗാൻഗ്രീൻ ഉണ്ടാവുകയും കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകാം. കടിയേറ്റ ഭാഗത്ത് വിഷം കലർന്ന രക്തം ഞെക്കിക്കളയുകയോ കീറിയെടുക്കുകയോ ചെയ്യരുത്. മുറിവിലൊന്നും പുരട്ടരുത്. രോഗിയെ കിടത്തരുത്. അഥവാ കിടത്തേണ്ട സാഹചര്യം വന്നാൽ ചരിച്ചു കിടത്തണം. കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ താഴെ വരുന്ന രീതിയിൽ വയ്ക്കണം. ശരീരത്തിൽ കടിയേറ്റ ഭാഗത്ത് നിന്ന് ഇറുകി ഏതെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. രോഗിയെ നടത്തിക്കാതെ എത്രയും വേഗം ആൻറ്റി സ്നേക്ക് വേനമുള്ള ആശുപത്രിയിൽ വേഗം തന്നെ എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കൂടി ചുറ്റുമുള്ള ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് ആവശ്യം തന്നെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ 8 വയസ്സുകാരതും വീട്ടിനുള്ളിൽ കയറിയാണ് പാമ്പ് കടിച്ചത്. അവരെ മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആൽജോ ആണ് മരിച്ചത്. ആൽജോയുടെ സഹോദരൻ അനോജിനും പാമ്പ് കടിയേറ്റിരുന്നു. അനോജ് അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തു. നാട്ടുകാർ തല്ലിക്കൊല്ലുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഒരു വാർത്തയാണ്. നടുക്കുന്ന എന്ന വാക്കുകൾ ഒതുക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്ന സാഹചര്യം വളരെ വേദനാജനകമായിരിക്കുകയാണ്. ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ്. അത്തരത്തിൽ ഓരോ ജീവനുകളും പൊലിയുമ്പോൾ അത് വലിയ വേദന തന്നെയാണ്. പ്രത്യേകിച്ച് ആ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും സഹോദരങ്ങൾക്കും ഉറ്റവർക്കും ഒക്കെ തീരാവേദനയായി മാറിയിരിക്കുകയാണ്. അയൽവാസികളൊക്കെ ആൽജോയെ വേദനയോടെയാണ് ഓർത്തെടുക്കുന്നത്. അവൻ മിടുക്കനായിരുന്നു, മകളുടെ കുട്ടിയുമായി വലിയ കൂട്ടായിരുന്നു എന്ന് അയൽവാസികൾ നെഞ്ചു വിങ്ങി പറയുകയാണ്. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കവെയാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. കടമ്പോട് കാവുങ്ങിലെ 8 വയസ്സുകാരൻ. ഒരു കുടുംബത്തെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നതെന്നും അയൽവാസികൾ പറയുന്നു. അവർ ഓർത്തെടുക്കുകയാണ് ആ കുട്ടിയെ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-നാണ് ബന്ധുവിൻ്റെ പൗരോഹിത്യ ജൂബിലിക്കായി കുടുംബസമേതം പോയത്. അതുവരെ ആൽജോയും ജ്യേഷ്ഠൻ അനോഷും സുനന്ദയുടെ വീട്ടിൽ തന്നെയായിരുന്നു. രാത്രി 8 മണിയോടെ പരിപാടി കഴിഞ്ഞ് തിരിച്ചെത്തി. അതിനുശേഷവും ഇവരുടെ വീട്ടിലേക്ക് വന്നതാണ്. സുനന്ദയുടെ വീട്ടിലെ ഫ്രിഡ്ജിലാണ് അച്ഛൻ സിൽജോയ്ക്കും അമ്മ ജോൺസിക്കുമുള്ള ഇൻസുലിൻ സൂക്ഷിക്കുന്നത്. അത് വെച്ച് തണുത്ത വെള്ളവും എല്ലാം എടുത്ത് കളിക്കാൻ നാളെ വരാമെന്ന് പറഞ്ഞു മടങ്ങിയവനാണ് ആൽജോ. പിന്നീട് അറിയുന്നത് ആ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നാണ്. സുനന്ദ എന്ന് പറയുന്ന അയൽവാസി ഈ വാക്കുകൾ മാധ്യമങ്ങളോട് പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. അടുത്ത വീട്ടുകാരെല്ലാം ഇവിടെ തടിച്ചുകൂടിയിരുന്നു. നമുക്കറിയാം, അയൽപക്കത്തൊരു മരണമുണ്ടാകുമ്പോൾ എല്ലാവരും എത്താറുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ മരണമാകുമ്പോൾ അത് എല്ലാവരെയും, എല്ലാ അമ്മമാരെയും എല്ലാ അച്ഛന്മാരെയും ഒക്കെ നെഞ്ച് നീറ്റിക്കുന്ന ഒരു വാർത്തയായി തന്നെ അത് മാറിയിരിക്കുകയാണ്. എന്തായാലും ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കുട്ടി വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ ദിവസം 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ കുട്ടിക്ക് നടത്തിയിരുന്നു. കുട്ടികൾ കിടന്ന മുറിയിലെ തലയണയ്ക്കിടയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. എന്തായാലും ഇളയ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയ അടക്കം നടത്തുകയുണ്ടായി. രാത്രി 2 മണിയോടെ 2 കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. തലേ ദിവസം ഒരു അവാക്കോടെ ജ്യൂസ് കുടിച്ച ശേഷമായിരുന്നു കുട്ടികൾ കിടന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയതായിരിക്കാം എന്നാണ് ആദ്യം മാതാപിതാക്കൾ കരുതിയത്. ഭക്ഷ്യവിഷബാധയായിരിക്കാം എന്ന് അവർ കരുതി. അവർ ചാലക്കുടിയിലെ സ്വകാര്യ
ആശുപത്രിയിൽ കുട്ടികളെ ഉടനെ തന്നെ എത്തിക്കുകയും ചെയ്തു. അപ്പോഴാണ് പാമ്പ് കടി ഏറ്റതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. 2 കുട്ടികളുടെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റതിൻ്റെ അടയാളവും കണ്ടെത്തി. ആശുപത്രിയിൽ വെച്ച് തന്നെ ആൽജോ മരിച്ചു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വീടിനുള്ളിൽ വിശദമായി നടത്തിയ തെരച്ചിലാണ് കുട്ടികൾ കിടന്നിരുന്ന മുറിയിലെ തലയണയ്ക്ക് അടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കുട്ടികളെ കടിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പാമ്പിനെ നാട്ടുകാർ തല്ലിക്കൊന്നു. എന്തായാലും വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റൊരു കുട്ടി ഗുരുതരാവസ്ഥയിലാണ്. അതിനെ തിരിച്ചു കിട്ടണമെന്ന പ്രാർത്ഥനയിലാണ് കേരളത്തിലെ ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ജാഗ്രത നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പാമ്പ്, ഇത് ചൂടുകാലമാണ്. പാമ്പുകളൊക്കെ വീടുകളിലേക്ക് കയറാനുള്ള സാധ്യതയുള്ള ഒരു സംഭവം കൂടി ഒരു ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സുരക്ഷ വേണം, വൃത്തി പ്രധാനമാണ്. മാത്രമല്ല കുടഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല വളരെ വേദനാജനകമായ രംഗങ്ങൾക്കാണ് ആ വീട് സാക്ഷിയാകുന്നത്. തൊട്ടപ്പുറത്തെ തറവാട്ട് വീട്ടിൽ സിൽജോയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ കൂട്ടുകാരടക്കമുള്ളവർ വളരെയധികം കുഴങ്ങി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് മകൻ്റെ വിയോഗത്തിലെ ദുഃഖം, മറുഭാഗത്ത് മൂത്ത മകൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള പ്രാർത്ഥന. അങ്ങനെ ആകെ മൊത്തം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ആ കുടുംബമായിരിക്കുന്നത്. അമ്മ ജോൺസി സങ്കടം സഹിക്കാനാകുന്നില്ല. തളർന്നു വീണ ആശുപത്രിയിലും ആൽജോയുടെ മൂത്ത സഹോദരി 9ാം ക്ലാസ്സുകാരി ഏഞ്ചൽ സുനന്ദയുടെ വീട്ടിലുമാണ്, അതായത് അയൽവാസിയുടെ വീട്ടിലുമാണ് ആയിരിക്കുന്നത്. ഇവർ എങ്ങനെയാണ് പാമ്പ് വീട്ടിനകത്തേക്ക് എത്തിയത് എന്നതൊരു ചോദ്യം തന്നെയാണ്. ചൂട് കാലമാണ്, അതുകൊണ്ട് ജനലുവാതിലുകൾ തുറന്നിട്ടാണ് കുടുംബം കിടന്നുറങ്ങിയിരുന്നത്. വീടിന് മുന്നിലെ പർഗോള ഗ്ലാസ് ഇടാത്ത നിലയിലാണ്. വീടിനോട് ചേർന്ന് മുൻഭാഗത്ത് മുന്തിരിവള്ളികൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. ചുമര് വഴി സഞ്ചരിക്കാൻ കഴിവുള്ള പാമ്പിനെയാണ് വീട്ടിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കാം പാമ്പ് വീട്ടിനുള്ളിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേതെങ്കിലും വഴിയായിരിക്കാം പാമ്പ് വീടിനകത്തേക്ക് കയറിയതെന്ന നിഗമനത്തിലാണ് ആയിരിക്കുന്നത്. നിലവിൽ വീടിനോട് ചേർന്ന് 300 മീറ്ററോളം റബ്ബർ തോട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ വനമേഖലയാണ്. കോടശ്ശേരി മല എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് നാഗത്താൻ പാറ. വനപ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പുകളെ കാണുന്നത് പതിവാണ് എന്നും നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. പരിസരത്ത് പാമ്പിൻ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്നും നാട്ടുകാർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ ആർക്കും കടിയേറ്റതായി കേട്ടിട്ടില്ല. കിടന്നുറങ്ങിയ സമയത്തുണ്ടായ ദുരന്തം വിശ്വസിക്കാനാകാത്ത അമ്പരപ്പിലാണ് നാട്ടുകാരെല്ലാം ആയിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് കൊടശ്ശേരി മലയുടെ താഴ്വാരം. ചൂടിൽ നിന്ന് ആശ്വാസം തേടി ജനൽ തുറന്നിട്ടുറങ്ങിയ ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിലേക്കാണ് ആ വെള്ളിക്കെട്ടം പാമ്പ് ഇഴഞ്ഞെത്തി 2 പേരെ ആക്രമിച്ചത്. അതിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. 8 വയസ്സുകാരൻ ആൽജോയുടെ ജീവൻ കവർന്നെടുത്ത ആ രാത്രി അത് ഇനി മറക്കാനാകാത്ത ഒരു രാത്രിയായി, ഒരു കാലരാത്രിയായി മാറിയിരിക്കുകയാണ്. കടുത്ത ചൂടായതുകൊണ്ട് തന്നെ ജനലുകൾ തുറന്നിട്ടാണ് കുടുംബം മൊത്തം ഉറങ്ങിയിരുന്നത്. നാട്ടുകാരൊക്കെ ആ കുട്ടിയെ ഓർത്തെടുക്കുന്നു. എല്ലാവരും വേദനയോടെ നെഞ്ചു നീറി ഓരോ വാക്കുകളും പറയുന്നു. ആ കുട്ടിയുടെ അവസാനം, ജീവനോട് അവസാനം കണ്ടത് ഇങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടുകാർ ഒന്നടങ്കം വേദനയോടെ പറയുകയാണ്.